രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് കാസർഗോഡ് നിന്നും ഒരു പദയാത്ര ആരംഭിച്ചു. അന്ന് കാസർഗോഡ് നിന്നും ഒരു നിവേദനത്തിന്റെ ബാണ്ടക്കെട്ടുകളുമായിട്ടാണ് രമേശ് ചെന്നിത്തല അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ കാണുന്നത്. കാര്യം അത്രമാത്രം പ്രശ്നങ്ങളും പരിഭവങ്ങളും പരിവട്ടങ്ങളും പരാധീനതകളുമായിട്ട് ആ ബാണ്ടക്കെട്ടുകൾ കൊണ്ടുപോയി ഏൽപ്പിച്ചപ്പോൾ ശ്രീമാൻ ഉമ്മൻചാണ്ടി ആ നിവേദനങ്ങളെ പ്രഭാകരൻ കമ്മീഷൻ എന്ന് പറയുന്ന ഏകാംഗ കമ്മീഷനെ പഠിക്കുവാൻ വേണ്ടി, കാസർഗോഡ് ജില്ലയെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അടിയന്തരമായി ആ ഒരു പഠന റിപ്പോർട്ട് വന്നത് 11,168.66 കോടി രൂപ അടിയന്തരമായിട്ട് കാസർഗോഡിന്റെ വിവിധ മേഖലകളിൽ, അതായത് റോഡിലും തോടിലും പാലത്തിലും വെള്ളത്തിലും എന്ന് പറയപ്പെടുന്ന എല്ലാറ്റിലും അടിയന്തരമായി ഇത്രയും തുക അനുവദിച്ചാൽ മാത്രമേ കാസർഗോഡിന് താൽക്കാലികമായെങ്കിലും കേരളത്തിലെ മറ്റു ജില്ലയുടെ അടുത്തെങ്കിലും എത്താൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പഠനം കഴിഞ്ഞു, ആ റിപ്പോർട്ട് വന്നു. അതിനുശേഷം കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന ആ കാലഘട്ടത്ത് ഉണ്ടായി. പക്ഷെ അതിനുശേഷം നാളിതുവരെയായിട്ടും ഇത്രയും കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങളല്ലാതെ മറ്റെന്ത് നവോത്ഥാനത്തിന്റെ പുതിയ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, റോഡ്, പാലം, പുതിയ മേഖലകളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. മിഷൻ കാസർഗോഡ് മുമ്പോട്ട് വരിക തന്നെ ചെയ്യും.